വിശ്വകർമ്മ സമാജം മാതൃസംഘടനയായ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയിലേക്ക് ലയിച്ചു. സമുദായത്തെ സംഘടിത ശക്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലയന സമ്മേളനം സംഘടിപ്പിച്ചത്. പത്തനംതിട്ട അബാൻ ആർക്കേഡിൽ നടത്തിയ ലയന സമ്മേളനം VSS സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരുകൻ പാളയത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രപഞ്ചശില്പിയായ ഭഗവാൻ വിശ്വകർമ്മദേവന്റെ പിന്തുണയിൽപ്പെട്ട വിശ്വകർമ്മ സമൂഹത്തിലെ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയിലെ ഒരു ലയന സമ്മേളനത്തിലാണ് പത്തനംതിട്ട വേദിയാകുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് ഈ സംഘടനയുടെ ചുമതല വഹിക്കുന്ന സുരേഷ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്നത്തേത്. അതായത് നമ്മുടെ പത്തനംതിട്ട VSS 127 നമ്പർ ശാഖയിലേക്ക് ഇവിടെ 2002 നമ്മളിൽ നിന്നും വിട്ടുപോയ ഒരു സംഘടന ഇതിൽ തന്നെയുള്ളൊരു സംഘടന ഇതിനകത്ത് ലയിക്കുകയാണ്. അപ്പം സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പുതിയതായി നമ്മുടെ TU രാധാകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ശ്രീ മുരുകൻ പാളയത്തിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പുതിയൊരു ഭരണ സംവിധാനമാണ് VSS ഉണ്ടായിരിക്കുന്നത്. ആ VSSൻ്റെ ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് അദ്ദേഹം ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ഹൈന്ദവ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് വിശ്വകർമ്മർ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ ഭരണകർത്താക്കളും ഈ വിശ്വകർമ്മരെ അവഗണിക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിപ്പോന്നിരിക്കുന്നത്. അതിന് അവരെപ്പോഴും കാരണമായിട്ട് പറയുന്നത് വിശ്വകർമ്മജർ ഏക സംഘടന ഏക ലക്ഷ്യം എന്ന മുദ്രാവാക്യത്തിൽ ഊന്നാതെ വിവിധ സംഘടനകളായിട്ട് നിന്ന് സർക്കാരിനോട് സമീപിക്കുമ്പോൾ സർക്കാരിൻ്റെ അധികാരം നമുക്ക് ഷെയർ ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി. 1968 കേരളത്തിൽ രൂപീകൃതമായ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ സംഘടന കേരളത്തിലെ വിശ്വകർമ്മരുടെ മഹാഭൂരിപക്ഷം പറഞ്ഞ വിശ്വകർമ്മജരുടെ ഏക സംഘടനയാണ്. നമ്മുടെ ആരാധനയായ അധ്യക്ഷൻ ശ്രീ TU രാധാകൃഷ്ണൻ സാർ മുൻ MLA കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പം 3-ാം തവണ ഈ സംഘടനയെ ഇപ്പം നയിക്കുന്നത്. ഈ സംഘടന കേരളത്തിലെ വിശ്വകർമ്മരെ സംബന്ധിച്ചോളം നല്ല ഒരു ഊർജം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ പുതുതായിട്ട് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ വന്ന സർക്കാരുമായി നമ്മൾ നിരന്തരം സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. നമ്മുടെ വിശ്വകർമ്മർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന്റെ ഭരണസമിതി നമുക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. നിലവിലുള്ള ഈ ശങ്കരൻ കമ്മീഷൻ ഒരു അഡ്വക്കേറ്റ് ശങ്കരൻ കമ്മീഷൻ ഇതുണ്ടല്ലോ, അതിന്റെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ട് 2014 ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് കേരളത്തിലെ വിശ്വകർമ്മർ നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിശ്വകർമ്മരുടെ ഈ അപജയം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നൊരു കമ്മീഷനാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 10 വർഷമായിട്ട് ആ കമ്മീഷന്റെ യാതൊരുവിധ നിർദ്ദേശങ്ങളും നടപ്പിലാക്കുവാൻ ഇതിനു മുമ്പ് ഇരുന്ന ഭരണാധികാരികൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ദുഃഖാർത്ഥമായ ഒരു സത്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ UDFന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരിത് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കും എന്നാണ് അവർ നമുക്ക് ഉറപ്പ് വന്നിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.